Watch India's largest kids library only on Jio Hotstar. Download the app now. ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഈ പാവപ്പെട്ടന് വല്ല അരിയും പഞ്ചസാരയൊക്കെ തരണേ. എന്തൊരു നല്ല പയ്യനാ. എന്റെ ജീവിതത്തിൽ നിന്നെ പോലെ ഒരുത്തനെ കണ്ടിട്ടേ ഇല്ല. ഞാൻ കുറച്ചരി ചോദിച്ചപ്പോ നീ കൂടുതൽ അരി തന്നിരിക്കുന്നു. അങ്ങനെയൊന്നുമില്ല ബാബുജി, ലോകത്തില് കുറെ നല്ല മനുഷ്യരുണ്ട്. നിനക്ക് വളരെ നല്ല മനസ്സാ. പണ്ടത്തെ കാലത്തെ മനുഷ്യനെ പോലെയാ നീയും വളരെ നല്ലവനാ. പണ്ടത്തെ കാലത്തൊക്കെ അന്യോന്യം സഹായിച്ചാണ് എല്ലാവരും ജീവിച്ചോണ്ടിരുന്നത്. നീയും ഇപ്പൊ അതുപോലെ തന്നെയാണ് വത്സ. നിന്റെ മനസ്സ് വളരെ ശുദ്ധമാണ്. നന്നായി വരും. നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്. നീ നല്ല ഒരു ഉത്തമ പുത്രനാണ്. മിടുക്കനല്ലേ നീ, മഹാമനസ്കൻ. ദയവ് ചെയ്ത് താഴേക്കിറങ്ങു കുട്ടി, താഴേക്കിറങ്ങു. ഇങ്ങനെ അങ്ങ് പൊങ്ങി പൊങ്ങി പോവല്ലേ, താഴേക്കിറങ്ങ്. അന്നത്തെയൊക്കെ മനുഷ്യരുടെ മനസ്സ് വളരെ ശുദ്ധമായതുകൊണ്ടാണ് അവര് ജനലും വാതിലും ഒന്നും അടയ്ക്കാതെ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. നിന്നെ കാണുമ്പോ എനിക്ക് ആ പഴയ കാലത്തെ മനുഷ്യന്മാരെയാണ് ഓർമ്മ വരുന്നത്. ഇന്ന് കാറും ലോറിയും ബസ്സും ഒക്കെ ഓടിച്ച് ഈ സത്യസന്ധതയൊക്കെ അങ്ങ് മായ്ച്ചു കളഞ്ഞിരിക്കല്ലേ. എല്ലാവരുടെയും മനസ്സിൽ കാവട്യവും കള്ളവും മാത്രം, മോഷണവും കൊലപാതകവും ഒക്കെ ഇപ്പൊ വർദ്ധിച്ചു വരികയല്ലേ. എന്തായാലും നമ്മുടെ നാടിന് ഇങ്ങനെയൊക്കെ അവസ്ഥ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. എന്തൊരു രോഗമാണ് ഇതൊക്കെ. അലേക് നിരഞ്ജൻ, ബാബാജി അങ്ങ് സത്യമാണ് പറയുന്നത്, പരമാർത്ഥമായ സത്യം. മനോഹരമായ ദിവസങ്ങൾ. ആഹാ മോനെ, ഒരുപക്ഷെ നമുക്കത് കൊണ്ടുവരാൻ പറ്റിയെങ്കിലോ? അതേതേ, ആ ദിവസം നിനക്ക് മാത്രമേ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. നീ ഒരു സത്യസന്ധനാണ്, ശുദ്ധനാണ്, കഴിവുള്ളവരാണ്, മനസാക്ഷിയുള്ളവരാണ്, കൂടാതെ ബുദ്ധിശാലിയുമാണ്. നിന്നെ കണ്ടതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു. ബാബാജി, ആ ദിവസം തീർച്ചയായിട്ടും തിരിച്ചു വരും. നിങ്ങൾ കണ്ടോളൂ, തീർച്ചയായിട്ടും തിരിച്ചു വരും. ഞാൻ ആ കാടിനകത്ത് കറുപ്പ് മലയിൽ വിളക്ക് കത്തിച്ചിരിപ്പുണ്ടാവും. അവിടെ ഇരുന്നു കൊണ്ട് ഞാൻ എല്ലാം കാണുന്നുണ്ടാവും. ഇതാണ് എന്റെ നമ്പർ. എപ്പ വേണമെങ്കിലും ഒന്ന് വിളിച്ചാ മതി. നിനക്ക് വേണ്ടി എപ്പ വേണമെങ്കിലും ഞാൻ വരാൻ തയ്യാറാണ് ബാലക. അലേക് നിരഞ്ജൻ. അല്ല മോട്ടു, അവിടെ എന്താ നീ ചെയ്യുന്നത്? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ബോക്സർ ചേട്ടാ, അന്നത്തെ കാലം മനോഹരമായിരുന്നു. നല്ല വാക്കുകൾ പ്രയോഗിക്കുന്നവർ, നല്ല മനസ്സുള്ള മനുഷ്യർ, എല്ലാവർക്കും സ്നേഹമായിരുന്നു. ഇന്നത്തെ പോലെ കാറും സ്കൂട്ടറും ഒന്നുമില്ലാത്ത കാലം. ഇന്നാണെങ്കിൽ റോഡിൽ മുഴുവനും കാറും ബൈക്കും നിറഞ്ഞു കിടക്കുകയാണ്. മാത്രമല്ല അന്തരീക്ഷ മാലിന്യങ്ങളും. ഇന്നെല്ലാവരും തീ പിടിച്ചതുപോലെ ഓടുകയാണ്. അതുപോലെ ആർക്കും ആരോടും മിണ്ടാൻ സമയമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ നിർത്താൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നഗരം രക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. അത് ഞാൻ നിറവേറ്റിയിരിക്കും. അതെ മോട്ടു, എന്തിനാ എല്ലാം നിർത്തുന്നത്? എന്താ ഇവിടെ സംഭവിച്ചത് പറഞ്ഞു. അതെ, ആദ്യമായിട്ടാ മോട്ടു പറഞ്ഞതിൽ വല്ല കാര്യം ഉണ്ടെന്ന് തോന്നുന്നേ. കാലം ആകെ മാറിയിരിക്കുന്നേ. എന്നും ഞാൻ ബോക്സിങ്ങിന് പോകുന്നതല്ലേ, അപ്പോഴൊക്കെ ശ്വാസത്തിന് പകരം കൂടുതലും വണ്ടിയുടെ പൊല്യൂഷനാ അകത്തോട്ട് കയറ്റി വലിക്കുന്നേ. ഞാനും അതിനോട് യോജിക്കുന്നു. അതൊക്കെ ഒരു കാലം. അതെ, നിങ്ങളെല്ലാരും ഒന്ന് കേൾക്കുക. ഇന്ന് മുതല് കാറ് സ്കൂട്ടർ എല്ലാം ക്ലോസ്. എല്ലാരും നടന്ന് സൈക്കിളിൽ അല്ലെങ്കിൽ കുതിരപ്പുറത്ത് പോവുക. നമുക്ക് ഫുർഫുര നഗർ വളരെ ക്ലീൻ ആക്കി മാറ്റണമെങ്കിൽ ഇതൊക്കെ തന്നെ ചെയ്തേ പറ്റൂ. അല്ല, നിങ്ങൾ എല്ലാവരും മോട്ടു പറയുന്നത് കേക്കണ്ട. ഈ യന്ത്രം നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. അതൊന്നും ചെയ്യില്ല. പത്തുലു, നീ എന്റെ കൂട്ടുകാരനല്ലേ, എന്നിട്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? നീ ഫുർഫുറി നഗരത്തിന്റെ ശത്രുവാണോ? അതെ അതെ, പത്തുലു ഫുർഫുറി നഗരത്തിന്റെ ശത്രുവാണ്. ഇടിക്കവരെ, കണ്ടില്ലേ എന്റെ വാക്കുകൾ കേട്ടപ്പോ തൊട്ട് ഈ ഫുർഫുറി നഗരം എത്ര ശാന്തമായിരിക്കുന്നു എന്ന്. നിന്റെ വർത്താനം കാരണം കിട്ടിയത് മുഴുവനും എനിക്കാ. അതുകൊണ്ട് എന്റെ ദേഹം മുഴുവനും ഒരു പരുവായി.
മോട്ടു അങ്ങോട്ട് നോക്ക്. ചിങ്കം സരി നഗരത്തിന്റെ ശത്രുവാണ്. ജീപ്പ് ഓടിച്ചോണ്ട് വരുന്ന കണ്ടില്ലേ? ചിങ്കം സാർ സ്റ്റോപ്പ്. ഞാൻ പറയുന്നു സ്റ്റോപ്പ്. നിങ്ങൾ ജീപ്പ് ഓടിക്കാൻ പാടില്ല. ഫുർഫുറി നഗരത്തിലെ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. നോ കാർ, നോ ബൈക്ക്, നോ സ്കൂട്ടർ. ഇത് അവർ എനിക്ക് തന്ന വാക്കാണ്. അതുപോലെ നിങ്ങളും അത് പാലിച്ചിരിക്കണം. എന്റെ അമ്മോ, പിന്നെ ഞാൻ ആ ജോണിനെ എങ്ങനെ പിടിക്കും? അത് പറ. ഒന്നുകിൽ എടുത്തോണ്ട് പോകണം, അല്ലെങ്കിൽ കുതിരപ്പുറത്ത് കൊണ്ടുപോകണം. അന്നത്തെ കാലത്തെ പോലീസ് എങ്ങനെയാ കള്ളന്മാരെ പിടിച്ചത്? അന്ന് ഇന്നത്തെ പോലെ കാറും ഇല്ലായിരുന്നു, ജീപ്പും ഇല്ലായിരുന്നു. എന്റെ അമ്മോ, കുതിരയെ ഞാൻ എവിടുന്ന് കൊണ്ടുവരാനാ? കഴുതെങ്കി കഴുത. ജോൺ, നീ ഓടാൻ തുടങ്ങിക്കോ. ആ. ചെല്ല്. ആ. ഏയ്, ഒന്ന് പതുക്കെ. ഏയ്, നിനക്കെന്താ വയറ്റിന് സുഖല്ലേ? മോട്ടു ഈ ഫുർഫുറി നഗരത്തിനെ പഴയ കാലത്തെ ഒരു ഗ്രാമമാക്കി മാറ്റാൻ പോവുകയാണെന്ന്. നമ്മൾ മോഷ്ടിച്ചിട്ട് വരുമ്പോൾ അവരെ കൊണ്ട് ഓടി വന്നു, സൈക്കിളിൽ ഫോളോ ചെയ്തു. നമ്മളെ പിടിക്കാൻ പറ്റില്ല. ഞാൻ മോഷണം തുടങ്ങാൻ പോവുകയാണ്. ജനങ്ങളെല്ലാം ഇനി തൊട്ട് കഷ്ടപ്പെടാൻ പോവുകയാ. അവർ തന്നെ മോട്ടുവിനെ അടിച്ചു പിടിച്ചും ഈ നാട്ടിൽ ഓടിക്കുക. കൊള്ളാം ബോസ്. ഇപ്രാവശ്യം നിങ്ങളുടെ ബുദ്ധി ശരിക്കും പ്രവർത്തിച്ചെന്നാ തോന്നുന്നേ. മോട്ടുചേട്ടാ, നമസ്കാരം ചേട്ടാ. നമസ്കാരം പെങ്ങളെ. മോട്ടുചേട്ടാ, നിങ്ങളൊന്ന് പുറത്തേക്ക് വരാമോ പ്ലീസ്? ഫുർഫുരി നഗരത്തിലെ എല്ലാ സ്ത്രീകളും നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. കണ്ടില്ലേ പത്ലു, എനിക്ക് എന്തുമാത്രം സമ്മാനങ്ങളാ കിട്ടാൻ പോകുന്നത്. മോട്ടു സാർ, ഞങ്ങളുടെ ഭർത്താക്കന്മാരോട് നിങ്ങൾ എന്ത് മായാജാല കാണിച്ചെന്നറിയില്ല. അവർ കാർ, സ്കൂട്ടർ ഒന്നും ഓടിക്കുന്നില്ല. അപ്പോ അറിയോ, എന്റെ ഭർത്താവ് ഇപ്പോൾ ഓഫീസിലേക്ക് ലേറ്റ് ആയിട്ടാ എത്തുന്നേ. അതുകൊണ്ട് അവരെ ഓഫീസിൽ നിന്ന് പറഞ്ഞു വിട്ടു. എല്ലാത്തിനും കാരണം നിങ്ങളാ. അത് പോട്ടേന്ന് വെക്കാം. എന്റെ മോൻ ഇപ്പോൾ ഡെയിലി സ്കൂളിലേക്ക് ലേറ്റ് ആയിട്ടാ പോകുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അവരെ സ്കൂളിൽ നിന്നും പറഞ്ഞു വിട്ടു. മോട്ടു, കള്ളന്മാരുടെ ഉള്ളിൽ കള്ളത്തരം കാണിക്കുന്നു. എന്തെന്നാൽ എന്റെ ഭർത്താവ് ഇപ്പോൾ കള്ളന്മാരെ പിടിക്കാൻ നടന്നോ അല്ലെങ്കിൽ സൈക്കിളിലോ ആണ് പോകുന്നത്. അതിനുള്ളിൽ അവർ വാനിൽ രക്ഷപ്പെട്ടു പോകുന്നു. ഒരുപക്ഷെ ചിങ്ങൻ സാർ ഓടി ക്ഷീണിച്ചു പോയാൽ ആ കള്ളന്മാരെയൊക്കെ പിന്നെ ആര് പിടിക്കാനാണ്? ഇതിനൊക്കെ കാരണം നിങ്ങളാണ്. ഈ മോട്ടു കാരണം നമ്മളുടെ സമാധാനമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ കാരണം എല്ലാവരുടെ ജോലിയും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവനെ ആദ്യം ഫുർഫുരി നഗരത്തിൽ നിന്ന് പുറത്താക്കണം. എന്റെ മോട്ടു, ഇപ്പൊ ഇവരുടെ കയ്യിലൊക്കെ ആയുധങ്ങളുണ്ട്. അതെടുത്ത് അടിക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് രക്ഷപ്പെടാൻ വാ. മോട്ടു, പോകരുത്. അവിടെ നിൽക്കണം. മര്യാദയ്ക്ക് നിൽക്കാനാ പറഞ്ഞു. ഒന്നും ചെയ്യല്ലേ, വേണ്ടേ? അവനെ ആരെങ്കിലും വെറുതെ വിടരുത്. അവനെ വെറുതെ വിടുക്കി. വെറുതെ വിടരുത്. ആ, വേഗം പോയി പിടിക്കേ. ഈ പെണ്ണുങ്ങളെല്ലാം ആ മോട്ടുവിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നേ. എന്റെ ഐഡിയ വർക്കൗട്ടായി. ഞാനൊരു വൃദ്ധനായി ചെന്ന് മോട്ടുവിന് കൊടുത്ത ഐഡിയകളെല്ലാം വർക്കൗട്ട് ആയിരിക്കുന്നു. ഇനി മോട്ടുവിനും പത്തലവനും ഈ നഗരത്തിൽ ജീവിക്കാൻ കഴിയുകയില്ല. കണ്ടില്ലേ, ജോൺ നമ്മളെ വിഡ്ഢിയാക്കിയതാണ്. നീയും വിഡ്ഢിയായി. വേഗം വാ, നമുക്ക് അവനെ ഒരു പാഠം പഠിപ്പിക്കണം. പക്ഷേ എങ്ങനെയാ പത്തലു? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. ഐഡിയ. പറയൂ ബാലക, എന്താ എന്നെ പെട്ടെന്ന് ഓർക്കാൻ കാരണം? ബാബാജി, എനിക്ക് അങ്ങേ ഒന്ന് കാണണമായിരുന്നു. എപ്പോഴെവിടാ കാണുന്നത്? ഫുർഫുറി നഗരത്തിലെ ജനങ്ങൾ പരിഭ്രാന്തരാണ്. നാളെ കറുപ്പ് മലയിലേക്ക് വന്നേക്കൂ അലേക് നിരഞ്ജൻ. ഇവർ ഒറ്റയ്ക്ക് വരുമെന്നല്ല പറഞ്ഞത്. ഇത്രയും പേരെ കൊണ്ട് എന്തിനാണ് വന്നത്? ബാബാജി വിജയിക്കട്ടെ, ബാബാജി വിജയിക്കട്ടെ. കൂട്ടുകാരെ, ഇതാണ് എന്റെ ഗുരു. ഇദ്ദേഹം കാണിച്ച മാർഗദർശനത്തിലൂടെയാണ് ഞാനും ഫുർഫുറി നഗരത്തിലെ ജനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലേ ബാബ?
പറയും മകനെ, എന്താ നിന്റെ വിഷമം? ഇനി നമ്മുടെ ബാബാജി ഫുർഫുറി നഗരത്തിലെ ജനങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടി ഹിമാലയത്തിലേക്ക് പാദയാത്ര പോകുന്നതായിരിക്കും. എന്ത് നടന്നോ? സ്വാമിജി, നടന്നു പോകണമെന്നുള്ള പാഠം നിങ്ങളല്ലേ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്? അതിനിപ്പോ പോകാമല്ലോ. സുഹൃത്തുക്കളെ, നിങ്ങളൊക്കെ നിങ്ങളുടെ കാറും സ്കൂട്ടറും ഒക്കെ ആയിട്ട് തിരിച്ചു പോയിക്കൊള്ളൂ. ഞങ്ങൾ ഹിമാലയത്തിലേക്ക് പാദയാത്ര പോവുകയാണ്. ഓക്കെ? മോട്ടൂരും ബാബയ്ക്കും സിന്ദാബാദ്. മോട്ടൂരും ബാബയ്ക്കും സിന്ദാബാദ്. ബാലക മോട്ടു, നീ കാണിക്കുന്നൊന്നും ശരിയല്ല. നീ പറന്നുകൊണ്ടിരിക്കുന്നു, ഞാനാണെങ്കിൽ നടന്ന് മല കയറുന്നു. എന്നെയും കൂടെ ആ കാറിലൊന്ന് കയറ്റിക്കൊണ്ട് പോയിക്കൂടെ പ്ലീസ്? ഇല്ല ഇല്ല സ്വാമിജി, നടന്നു പോകുന്ന പാഠം നിങ്ങൾ തന്നെയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് നിങ്ങളെ ഞങ്ങളുടെ കാറിൽ ഇരുത്തിയിട്ട് നിങ്ങളെ അപമാനിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. സ്വാമിജി, നിങ്ങൾ പ്രതീക്ഷിച്ച സ്ഥലം ഇതാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ ഇവിടെ ഒന്നിനും വാതിലുകളില്ല. ഒരു രാത്രി കൊണ്ട് ഇവിടെയുള്ള മൃഗങ്ങളെ കുറിച്ച് എനിക്കറിയില്ല, അതായത് ഈ കരടി, കടുവയെ പോലുള്ളവയെ കുറിച്ച്. ഞങ്ങൾ പോട്ടെ. ബൈ ബൈ സ്വാമിജി. ഇല്ല ഇല്ല, എന്നെ കൂടെ നിങ്ങളുടെ കൂടെ കൊണ്ടുപോ. ഞാൻ സാമിയൊന്നും അല്ല, ഞാൻ ജോണാ, ജോൺ ദി ഡോൺ. എന്റെ പൊന്നു പോട്ടു, എന്നെ ഇട്ടു പോവല്ലേ. ചിങ്കം സാറേ, എന്നെ അറസ്റ്റ് ചെയ്യോ പ്ലീസ്. Watch India's largest kids library only on Jio Hotstar. Download the app now.